അങ്ങനെ ഒരു 10-11 മണി സമയമായി. ഞങ്ങളൊന്ന് കോഴിക്കോട്ടിലേക്ക് വന്ന ഒരു പ്രാവശ്യം ഫിൽബി വന്ന് മുട്ടയൊക്കെ പെറുക്കിക്കൊണ്ട് പോയതാ. അപ്പോൾ ഫിൽബി അങ്ങാടി പോയ സമയത്ത് കോഴികൾ മുട്ടയിട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ് ഞാനും ഫിയോണും കൂടെ. അപ്പോൾ അതാ കിടക്കുന്നു. എടുത്ത ഫിയോണി പാത്രം എടുത്തില്ലല്ലോ. മുട്ട കയറി ചവിട്ടല്ലേ. എത്ര മുട്ടയുണ്ടോ നോക്കട്ടെ. റയോണ ഒരു പാത്രം എടുത്തോണ്ട് വരും. ഒരു കൊട്ട 8 മുട്ടയുണ്ടെന്നാ. രാവിലെ എത്ര ഫിൽബി പെറുക്കിയെന്ന് അറിയത്തില്ല. നമുക്ക് സാധാരണ 22-23 മുട്ടയാണ് ദിവസം കിട്ടാറ്. പക്ഷേ കൊട്ട വേണോടാ. കൊട്ടയില്ലാതെ പറ്റത്തില്ല. കൊട്ട എടുത്തോണ്ട് ഓടിവാ. ഇത് എന്നാ സംഭവം എന്നറിയാമോ? മുട്ട എടുക്കാൻ നമ്മൾ താമസിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് നോക്കും. ഇപ്പോൾ ഒരു മുട്ടയാണെങ്കിൽ നമ്മൾ എടുത്തോണ്ട് പോകും. എടുക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടേ അതുങ്ങളുടെ ഇതിലേക്ക് അടിയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്നതാണ് ചുണ്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നാടൻ മുട്ടയ്ക്ക് തുണ്ടിന് തീരെ കട്ടിയില്ല. അത് അവരൊന്ന് കൊത്തുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുണ്ട് പൊട്ടി നമുക്കൊന്നും എന്താ പറയുന്നത് വീട്ടിലെ ആവശ്യത്തിന് എടുക്കാമെന്നല്ലാതെ ഒന്നും പറ്റത്തില്ല. പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് പൊട്ടിയ മുട്ട കൊടുക്കാൻ പറ്റുമോ? അപ്പം ഇന്ന് ഇച്ചിരി ലേറ്റായി നമ്മൾ എടുക്കാൻ. അപ്പോഴത്തേക്ക് 8 മുട്ട എന്തായാലും പൊട്ടിച്ചിട്ടൊന്നുമില്ല ആരും. അപ്പോൾ എന്നാ കാർച്ച രാവിലെ നമ്മൾ ഫിൽബി തീറ്റയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വാഴപ്പിണ്ടിയും അരിഞ്ഞിട്ട് കൊടുത്തു. എല്ലാവരും തീറ്റയും കുടിയും എല്ലാം കഴിഞ്ഞു. ഇവർക്ക് വിശന്ന് കഴിയുമ്പോൾ ഇവരെന്നാണെന്നറിയാമോ? ഈ വാതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാറും എല്ലാം കൂടെ. എടാ അവിടെ ഉണ്ട് കൊച്ചി, എടുത്തോണ്ട് വാ. റയോൺ അങ്ങനെ കൊട്ടയായിട്ട് വരുന്നത്. ഈ കൊട്ടയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കോഴിത്തീറ്റ കൊടുക്കുന്ന ഒരു പാത്രമാണ്. കുഴപ്പമില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് റയോണിന് ചെറിയൊരു നാണമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. റയോണത് മന്ദം നടന്ന് നീങ്ങി വരുന്നുണ്ട്. റയോണിൻ്റെ മോൻ കാണിക്കൂല. 2 പേർക്കും സ്റ്റഡി ലീവ്. ഇന്നിപ്പോൾ എല്ലാവർക്കും ലീവാണല്ലോ. നാളെ പരീക്ഷ തുടങ്ങല്ലോ, ഓണപ്പരീക്ഷ. അപ്പം അതിൻ്റെ തിരക്കാണ്. പൊട്ടാതെ എടുക്കണേ ഫിയോണി. എന്നാ കാർച്ചയാ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ മുട്ടയെല്ലാം പിറക്കി താഴോട്ട് പോവാണ്. ഇത് നല്ല വെയിലാണ്. രമോ എന്തൊരു ചൂടാ. അത് കുറ്റിയിടണേ. കുറ്റിയിട്ട് വീഴലിട്ടാ. അയ്യോ എന്തൊരു വെയിലാണെന്നറിയാവോ. ഭയങ്കര ചൂട്. തുണിയൊക്കെ ഉണങ്ങാൻ നല്ല സുഖമാണ്. ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴ മാറി. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. കാരണം ഇനി മക്കളെ പഠിപ്പിക്കാനിരിക്കണം. നാളെ പരീക്ഷയാണല്ലോ, ഓണപ്പരീക്ഷ. അപ്പം ഞാനിന്നൊരു ഇതിന് വേണ്ടി നമുക്ക് വിറക് കുറവായിരുന്നേ. ഈ മഴയായതുകൊണ്ട് എല്ലാം ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം വെയിൽ തെളിഞ്ഞത് കൊണ്ട് ഈ വിറകൊന്ന് ഉണക്കി. ഇന്ന് ഞാൻ അടുപ്പിലാണ് കഞ്ഞിയും കറിയും ഒക്കെ വെച്ചത്. ഇന്ന് കപ്പളങ്ങത്തോരൻ വെച്ചു. കപ്പളങ്ങത്തോരൻ കൂട്ടാൻ കൊത്തിയായി. നാട്ടിൽ വന്ന പിന്നെ കപ്പളങ്ങത്തോരൻ കൂട്ടിയില്ലായിരുന്നു. കപ്പളങ്ങ എന്നായിരിക്കും എല്ലാവരും പറയുന്നത്, കപ്പായ. ഇന്ന് അതുകൊണ്ട് ഞാനത് തോരൻ വെച്ചു. പിന്നെ സാമ്പാർ ഇട്ടുണ്ട്, മീനും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. ചൂട്. ഇതാണ് നമ്മുടെ മുട്ടപ്പാത്രം. ഇതിനകത്ത് അടുക്കി കൊണ്ടുവന്ന് വെക്കും. എല്ലാ ദിവസവും നമ്മൾ 10-20-22 മുട്ട നമ്മൾ കൊടുക്കും. വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ കിട്ടത്തില്ല. കാരണം നമുക്ക് നേരത്തെ ഓർഡർ കിട്ടുന്നതുകൊണ്ട് അതനുസരിച്ച് കൊടുക്കണോണ്ട് വീട്ടിലെ ആവശ്യത്തിന് ചിലപ്പം കിട്ടാറില്ല. 20 മുട്ട ആണ് ഡെയിലി നമ്മൾ കൊടുക്കാറ്. ഇത് നമ്മുടെ മുട്ട പാക്കിംഗ് ആണ്. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് മുട്ട ഓർഡർ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് പൊട്ടാതെ ഭദ്രമായിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്കിന്ന് വൈകുന്നേരം നല്ല മഴയാണ്. നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തോർന്നു. എന്നാലും അത്യാവശ്യം നല്ലോണം പെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലെ പോലെ നല്ല ആ മഴയൊക്കെ മാറി കേട്ടോ. ഇടയ്ക്കേ ഉള്ളൂ. ഇന്നിപ്പം തോരാതെ വൈകുന്നേരം ആയപ്പം ഒരു മഴ. അപ്പം ഞങ്ങൾ രാവിലെ പോയി മുട്ടയൊക്കെ പിറക്കി വൈകുന്നേരം ഒന്നും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാനും ഫിയോണും കൂടെ ഒന്ന് ഇറങ്ങുവാണ്. ഞാനും ഫിയോണും കൂടെ മുട്ട പിറക്കാൻ പോവുകയാണ്. നമുക്ക് പോയി നോക്കാം. കാരണം മഴയാണെന്ന് വെച്ചിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. കാരണം കൊത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ തീർന്ന് മുട്ട പോവും. അതൊക്കെ പോണം. ഉണ്ടോടാ നോക്കി. 3 എണ്ണം ഉണ്ട്, 1 എണ്ണം ഉണ്ട്. അത് ഇട്ടില്ല. 4 മുട്ടയുണ്ടെന്ന്.
എടുത്താ ബാ കൊട എടുക്ക. നല്ല മഴയാ. ഞങ്ങൾക്ക് മുട്ട പറക്കുന്ന ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. തീറ്റ കൊടുക്കുന്നത് കോഴികളെ നോക്കുന്നത് എല്ലാം ഞങ്ങളുടെ അപ്പായ. മുട്ട പറക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. മുട്ട പറക്കാൻ മാത്രം ഞങ്ങൾ ഓടും. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ടാറ്റാ, ബൈ ബൈ.